സർവം കൃഷ്ണാർപ്പണമസ്തു. നിലവിളക്കിലെ തിരി എന്ത് ചെയ്യണം? നമ്മുടെ വീടുകളിൽ ദിനവും നിലവിളക്ക് തെളിയിക്കുന്നത് ഒരു ആചാരം മാത്രമല്ല, ദൈവിക ചൈതന്യവും പോസിറ്റീവ് ഊർജവും നിറയ്ക്കുന്ന ഒരു വിശ്വാസം കൂടിയാണ്. എന്നാൽ പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. നിലവിളക്കിൽ ഉപയോഗിച്ച തിരി പിന്നീട് എന്ത് ചെയ്യണം? നിലവിളക്ക് തെളിയിക്കേണ്ട സമയം: പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുൻപും സായാഹ്നത്തിൽ സൂര്യാസ്തമനത്തിന് മുൻപും വിളക്ക് തെളിയിക്കേണ്ടതാണ്. ഇങ്ങനെ ദിവസവും വിളക്ക് തെളിയിക്കുന്ന വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. എണ്ണയുടെ പ്രത്യേകതകൾ: നല്ലെണ്ണ ദുരിത നിവാരണത്തിനും ധനവർദ്ധനവിനും. വെളിച്ചെണ്ണയിൽ വിളക്ക് കത്തിക്കുന്നത് ആരോഗ്യത്തിനും ദീർഘായുസ്സിനും. നെയ്യ് ഉപയോഗിക്കുന്നത് ബുദ്ധിവർദ്ധന, തൊഴിൽ ഉയർച്ച, ലക്ഷ്മി കടാക്ഷം. വെള്ളിയാഴ്ചകളിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുന്നത് പ്രത്യേക ശുഭകരമാണെന്ന് കരുതപ്പെടുന്നു. വിളക്ക് അണയ്ക്കേണ്ട വിധം: വിളക്ക് ഒരിക്കലും ഊതിയോ കൈകൊണ്ട് വീശിയോ അണയ്ക്കരുത്. തിരി എണ്ണയിലേക്ക് താഴ്ത്തി അണയ്ക്കുന്നതാണ് ഉത്തമം. സൂര്യൻ കടലിൽ അസ്തമിക്കുന്നത് പോലെയുള്ള സങ്കല്പത്തിലാണ് ഇത് ചെയ്യുന്നത്. ഉപയോഗിച്ച തിരി വീണ്ടും ഉപയോഗിക്കാമോ? രാവിലെ തെളിയിച്ച തിരി വൈകുന്നേരം വീണ്ടും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ വിളക്ക് കഴുകി വൃത്തിയാക്കിയ ശേഷം പഴയ തിരിയും എണ്ണയും വീണ്ടും ഉപയോഗിക്കുന്നത് അശുഭകരമാണെന്ന് പറയപ്പെടുന്നു. ഉപയോഗിച്ച തിരി എന്തു ചെയ്യണം? വൃക്ഷച്ചോട്ടിലെയോ ചെടിച്ചോട്ടിലെയോ ഇടാം. ഒഴുകുന്ന വെള്ളത്തിലും ഇടാം. ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് സാമ്പ്രാണി പുകയ്ക്കുമ്പോൾ അതിൽ ചേർത്ത് കത്തിച്ച് ലയിപ്പിക്കാം. തിരിയുടെ ധർമ്മം അഗ്നിയെ ജലിപ്പിക്കുകയാണ്. അതിനാൽ കത്തിച്ച് ലയിപ്പിക്കുന്നതിൽ യാതൊരു ദോഷവും ഇല്ലെന്നാണ് വിശ്വാസം. കരിന്തിരി കത്തിയാൽ: നിലവിളക്കിൻ്റെ മുകൾ ഭാഗത്ത് കരി പിടിക്കുന്നത് കരിന്തിരി കത്തിയതിൻ്റെ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു. ചിലർ വരാനിരിക്കുന്ന പ്രയാസങ്ങളുടെ സൂചനയായി വിശ്വസിക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ കുടുംബക്ഷേത്രത്തിലോ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലോ പ്രാർത്ഥന നടത്തുന്നത് ഉചിതമാണെന്ന് കരുതപ്പെടുന്നു. കുടുംബമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. നിലവിളക്കിന് മുൻപിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് വീട്ടിൽ ഐക്യവും സമാധാനവും ഐശ്വര്യവും വർദ്ധിപ്പിക്കുമെന്ന് വിശ്വാസമുണ്ട്. ദീപം തെളിയുന്നിടത്ത് വീട്ടിൽ സ്ഥാനമില്ല എന്നതുപോലെ ഭക്തിയോടെയും ശുദ്ധിയോടെയും തെളിയിക്കുന്ന നിലവിളക്ക് നമ്മുടെ ജീവിതത്തിലും പ്രകാശം നിറയ്ക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ കടകളിൽ കിട്ടുന്ന ദീപം എണ്ണകൾ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കാറുണ്ട്. അതിനു പകരം ശുദ്ധമായ നല്ലെണ്ണ വാങ്ങി ഉപയോഗിക്കുന്നതാണ് അത്യുത്തമം. വെളിച്ചെണ്ണയാണെങ്കിലും ശുദ്ധമായത് തന്നെ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സർവം കൃഷ്ണാർപ്പണമസ്തു. താങ്ക് യു.